ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു ബി ജെ പിക്കാരിയാണ്, ഞാനൊരു സംഘിയാണ്, അതുകൊണ്ടാണ് ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഒരിക്കലുമല്ല. ഞാനൊരു ബി ജെ പിക്കാരിയേ അല്ല. പിന്നെ സംഘിപ്പട്ടം ചാർത്തി തന്നാൽ അത് എനിക്കതിൽ എന്താ പറയുക, നിങ്ങൾ എന്നെ സംഘി എന്ന് വിളിക്കരുത് എന്നൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്, വിളിച്ചോട്ടെ. പക്ഷേ നിങ്ങൾ ഈ ചിത്രങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ, സത്യത്തിൽ എന്താണ് ഡൽഹിയിൽ നടക്കുന്നത്? ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഒരുപാട് കുട്ടികളുടെ പ്രതീക്ഷകളെ അസ്തമിപ്പിച്ച ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും രാജിവെക്കണം. അത് CJP എന്നല്ല, രാജ്യത്തെ യുവാക്കൾ അത്തരമൊരു എന്താ പറയുക പ്രതിഷേധവുമായി രംഗത്തെത്തിയാൽ BJP സർക്കാർ ചെയ്യേണ്ടത് ആ മന്ത്രിയെ രാജിവെപ്പിച്ചുകൊണ്ട് യുവാക്കൾക്കൊപ്പം, കാരണം രാജ്യത്തെ യുവാക്കളാണ് ഒരു രാജ്യത്തിന് തന്നെ ബലമെന്ന് പറയുന്നത്, സ്വാഭാവികമായും അതിനൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത്. പക്ഷേ അവിടെ എന്തിനാണ് ആർട്ടിക്കിൾ 370 കൊണ്ടുവരുന്നത്? അവിടെ എന്തിനാണ് FCRA കൊണ്ടുവരുന്നത്? അവിടെ എന്തിനാണ് CA വിരുദ്ധ കൊണ്ടുവരുന്നത്? അവിടെ എന്തിനാണ് കർഷക സമരക്കാരെ ഇറക്കുന്നത്? അവിടെ എന്തിനാണ് മോദിയുടെ അമ്മയെ തെറിവിളിക്കുന്നത്? അവിടെ എന്തിനാണ് മോദിയെ കൊല്ലണമെന്ന് ആഹ്വാനം ചെയ്യുന്നത്? അവിടെ എന്തിനാണ് കല്ലുകൾ എറിയുന്നത്? ശരി, സമാധാനപരമായ സമരം എന്നൊക്കെയാണ് പറയുന്നത്. 100ഓളം വാഹനങ്ങൾ അവിടെ പോലീസ് വാഹനങ്ങൾ കത്തിച്ചിട്ടുണ്ട്, സ്വകാര്യ ആളുകളുടെ വാഹനങ്ങൾ കത്തിച്ചിട്ടുണ്ട്. അവിടെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 4 മാസം ഗർഭിണിയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് കല്ലേറിൽ പരിക്കേറ്റ് ആശുപത്രിയിലാണ്. കുഞ്ഞിനെ പോലും കിട്ടുമോ എന്നറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർ കിടക്കുകയാണ്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 370യും CJPയും തമ്മിലുള്ള ബന്ധം എന്താണ്? കശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ എന്താ പറയുക രംഗത്തെത്തി. അത് ആ വിഷയം ചർച്ച ചെയ്തു, പ്രതിഷേധിച്ചു, അത് പോയി. പിന്നീട് എന്തിനാണ് അത് CJPയുടെ പ്രതിഷേധത്തിൽ കൊണ്ടുവരുന്നത്? വിദേശ ഫണ്ട് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് FCRA എന്തിനാണ് കൊണ്ടുവരുന്നത്? അപ്പോൾ ലക്ഷ്യം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയോ CBSE റീവാലുവേഷനോ അല്ല. ലക്ഷ്യം രാജ്യത്ത് കലാപമുണ്ടാക്കുക, നേപ്പാളോ ബംഗ്ലാദേശോ പോലെ രാജ്യത്തെ അട്ടിമറിക്കുക, ഭരണത്തെ അട്ടിമറിക്കുക, രാജ്യത്ത് ജൻസി കലാപമുണ്ടാക്കുക, രാജ്യത്തെ വിദേശ ശക്തികൾ രാജ്യത്ത് അഴിഞ്ഞാടുക, അവരുടെ താല്പര്യങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കുക. അത് ശരിയാണോ? നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കാം. എല്ലാവരും ഇതിന് എന്താ പറയുക, പിന്നെ ഈ സിനിമാ താരങ്ങളടക്കം ഇതിന് വലിയ പിന്തുണയുമായൊക്കെ വരുന്നുണ്ട്. ശരി, നിങ്ങളുടെ പിന്തുണ അത് 100% ഞങ്ങൾ അംഗീകരിക്കുന്നു, 100% അംഗീകരിക്കുന്നു. നിങ്ങളുടെ പിന്തുണ CJPക്കാണോ നീറ്റ് പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമാണോ എന്ന് ആദ്യം അതുകൂടി നിങ്ങൾ പറഞ്ഞു വെക്കണം. വെറുതെ ചില കാര്യങ്ങളിൽ മാത്രം നാവനക്കുകയും ചിലത് വരുമ്പോൾ പഴം വിഴുങ്ങിയതുപോലെ ഇരിക്കുന്നതും അത്ര നല്ലതല്ല എന്നാണ് പലർക്കും തോന്നിയിട്ടുള്ളത്. പലരും അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ CJPയുടെ ലക്ഷ്യം ചോദ്യപേപ്പർ ചോർച്ചയാണ് എങ്കിൽ രാജ്യത്തെ ജനങ്ങൾ, യുവാക്കൾ ഒക്കെ നിങ്ങളോടൊപ്പം നിൽക്കും. പ്രതിഷേധത്തിന് ഉറക്കെ 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 മുദ്രാവാക്യം വിളിക്കും. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നത് വരെ. നിങ്ങളുടെ ലക്ഷ്യം രാജ്യത്തെ തകർക്കാൻ, വിദേശ ശക്തികളിൽ നിന്ന് പണം വാങ്ങി രാജ്യത്തെ ഒറ്റിക്കൊണ്ട് രാജ്യത്ത് കലാപമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളെ തീർക്കാൻ രാജ്യസ്നേഹികളായ കുറെ യുവാക്കളും യുവതികളും രംഗത്തിറങ്ങുമെന്ന് CJP മറക്കാതിരിക്കുക. മറ്റു പലരും